നമ്മളെ മുമ്പിൽ ആദ്യം എത്തിപ്പെട്ട സാധനം ഈ ഫ്രൈഡ് റൈസാണ്. എന്നാൽ നമുക്ക് ഈ ഫ്രൈഡ് റൈസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ നീലേശ്വരത്തിനുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഈ ഫ്രൈഡ് റൈസ് നോർമൽ കഴിക്കാനും അല്ലെങ്കിൽ സോസ് കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അടുത്തതാണ് ബീഫ് ചില്ലി. ഇത് കാണാനും കഴിക്കാനും അതേപോലെ ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ അറിയില്ല, ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണെന്നോ എനിക്കറിയില്ല, എനിക്ക് ചില പീസ് കുറച്ച് ഉറപ്പില്ലതുപോലെ തോന്നി. എനിക്കറിഞ്ഞൂടാ, ഇത് ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇനിയിപ്പം ഇതിങ്ങനെയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അൽഫാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവർ പറഞ്ഞു ഒരു ഫുൾ അൽഫാം എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആക്കാൻ പറ്റൂ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയെല്ലാം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്തായാലും വേസ്റ്റ് ആവും. രാത്രി 10 മണിയായല്ലോ. അങ്ങനെ ഒരുത്തനെയും കൂടി നിർബന്ധിച്ച് ഇതിൽ കയറ്റി നമ്മൾ 4 ആളാക്കി. എത്ര കൊല്ലായി ഷോപ്പ്? 42 വർഷം. തുറക്കൽ എത്ര മണിക്കാണ്? 8 മണി ടു 10 മണി. ഇത് കണ്ട നമ്മളെ ഫ്രണ്ട് ഒരുത്തൻ അൽഫാമിൻ്റെ ഒന്നിച്ച് കിട്ടിയ സാലഡും മയോണൈസും കൂട്ടിയിട്ട് ഷവർമേൻ്റെ എല്ലാം ടേസ്റ്റ് വരുന്ന ഒരു സാധനമാക്കി. പിന്നെ എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്ന പോലെ തന്നെ അൽഫാമിൻ്റെ ലെഗ് പീസും ചെസ്റ്റ് പീസും തമ്മിലുള്ള പ്രശ്നം ഇന്നും ഉണ്ടായിനി. ഇത് നോർമൽ അൽഫാമാണ്. ഇത് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഞാൻ കക്കരിക്കയും ചിക്കനും കൂടി മിക്സാക്കി കഴിച്ചു, അതും കുഴപ്പമില്ല. പിന്നെ ഈ ചെക്കനെ അറിയോ, ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കുന്ന ചെക്കൻ. ഇത് ലെഗ് പീസ് എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ലെഗ് പീസ് ഫാൻസ് ഉണ്ടെങ്കിൽ പറയണേ, എനിക്കൊന്നും അറിയാൻ വേണ്ടിയാ. ഈ സ്പോട്ടേഡാന്ന് ഏകദേശം കുറച്ചാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, നീലേശ്വരം ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ്.